ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ജർമ്മൻ സിനിമയാണ്. സിനിമയുടെ പേര് ബ്ലഡ് റെഡ് സ്കൈ എന്നാട്ടോ. കഴിഞ്ഞ തവണ സിനിമയുടെ പേര് പറയാൻ ഞാൻ മറന്നുപോയായിരുന്നു. അതാ ഇപ്രാവശ്യം ആദ്യമേ തന്നെ പേര് പറഞ്ഞത്. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാമ്പയർ അപ്പോക്കലിപ്സ്. നെറ്റ്ഫ്ലിക്സിലെ ഏറ്റവും ഭയാനകമായ 25 സിനിമകളിലൊന്നാണ് ഈ ബ്ലഡ് റെഡ് സ്കൈ. ഒരു കൂട്ടം ഭീകരര് ഒരു വിമാനം തട്ടിയെടുക്കുന്നു. എന്നാൽ ആ വിമാനത്തിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു വാമ്പയറും ഉണ്ടായിരുന്നു. കൂടുതൽ പറഞ്ഞ് ഈ സിനിമയുടെ രസം ഞാൻ കളയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ബെല്ലോടുകൂടി സിനിമ കണ്ടു തുടങ്ങാം. അതിനു മുൻപൊരു കാര്യം, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോയ്ക്ക് ലൈക്സ്, കമൻറ്റ്സ് എന്നിവ വാരി വിതറാനും മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് സ്കോട്ട്ലാൻഡിലെ റാഫ് എയർബേസ് ആണ്. അവിടെ പട്ടാളക്കാരും ഫയർഫോഴ്സും ആംബുലൻസും തുടങ്ങി ഒരു വലിയ മിഷന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും സെറ്റ് ചെയ്തിട്ട് അവർ ട്രാൻസ് അറ്റ്ലാന്റിക് എന്നൊരു വിമാനം ലാൻഡ് ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. ഈ ട്രാൻസ് അറ്റ്ലാന്റിക് വിമാനം കുറേ ഭീകരന്മാർ ഹൈജാക്ക് ചെയ്തിരുന്നു. എന്നാൽ ഫ്യുവൽ കുറവായതുകൊണ്ട് അതിപ്പം ഇവിടെ എമർജൻസി ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് റൺവേ ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ഈ മിഷന് നേതൃത്വം കൊടുക്കുന്ന ക്യാപ്റ്റൻ ആലൻ എത്തിച്ചേരും. ആള് ഇതുവരെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള പട്ടാളക്കാരോട് വിശദമായിട്ട് ചോദിക്കും. നിലവിൽ ട്രാൻസ് അറ്റ്ലാന്റിക് എന്ന വിമാനത്തിന്റെ പൈലറ്റും കോ പൈലറ്റും മരിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഭീകരരെ ഐഡന്റിഫൈ ചെയ്യാനോ നിലവിൽ യാത്രക്കാർക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോന്നോ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ടേക്ക് ഓഫ് ആയി അല്പസമയം കഴിഞ്ഞതും വിമാനത്തിന്റെ സിഗ്നലും ബ്ലാക്ക് ബോക്സും ഓഫായിരുന്നു. ആകെ അറിയാവുന്നത് തീവ്രവാദികൾ ലക്ഷ്യം വെച്ചത് ലണ്ടൻ നഗരം നശിപ്പിക്കുക എന്നതാണ്. ഈ ഒരു അവസരത്തിൽ ഭീകരരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള ഒരു മൂവ് ഉണ്ടായാൽ അതിനെ തടയാനായിട്ട് വിദഗ്ധരായ ഷാർപ്പ് ഷൂട്ടേഴ്സിനെയും വിന്യസിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ട്രാൻസ് അറ്റ്ലാന്റിക് അവിടേക്ക് ലാൻഡ് ചെയ്യും. കോക്പിറ്റിൽ ഒരു പുരുഷനിരിപ്പുണ്ട്. അത് യാത്രക്കാരനാണോ തീവ്രവാദിയാണോ എന്ന് അറിയാത്തോണ്ട് ക്യാപ്റ്റൻ അലൻ, നിങ്ങൾ എങ്ങനെ കോക്പിറ്റിലെത്തി, ബാക്കി യാത്രക്കാരെവിടെ, ഭീകരർ എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിക്കും. ഉടനെ അയാൾ, അതൊക്കെ പിന്നീട് പറയാം, ആദ്യം ഞങ്ങളെ പുറത്തിറക്ക്, എന്നിട്ട് ഈ വിമാനം തകർക്കണം, അതിനുശേഷം എല്ലാം വിശദമായി പറയാമെന്നറിയിക്കും. ഇത് കേട്ട ക്യാപ്റ്റൻ ഇരിക്കുന്നത് തീവ്രവാദിയായിരിക്കും. അയാളും കൂട്ടാളികളും ഇറങ്ങിയാലുടനെ വിമാനത്തിലെ യാത്രക്കാരെ ഇല്ലാതാക്കാനായിരിക്കും ഉദ്ദേശം. ഉടനെ ക്യാപ്റ്റൻ വിമാനത്തിനടുത്ത് നിൽക്കുന്ന പട്ടാളക്കാർക്ക് ശ്രദ്ധിക്കണം, വിമാനം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് കൊടുക്കും. അപ്പോഴാണ് കോക്പിറ്റിലിരിക്കുന്ന ആള് വിമാനത്തിനകത്തേക്ക് പോകുന്നത് ക്യാപ്റ്റൻ കാണുന്നത്. നിങ്ങൾ അവിടുന്ന് അനങ്ങരുതെന്ന് ക്യാപ്റ്റൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അയാളത് ശ്രദ്ധിക്കില്ല. അയാൾ മുന്നറിയിപ്പ് അവഗണിച്ച് പുറത്തിറങ്ങാൻ പോവുകയാണെന്ന് കരുതിയ ക്യാപ്റ്റൻ അലേർട്ടാകാൻ പട്ടാളക്കാരോട് പറയും. എന്നാൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നത് ഒരു ചെറിയ കുട്ടിയാണ്. അത് കണ്ട ക്യാപ്റ്റൻ പട്ടാളക്കാരോട്, വെടിവെക്കരുത്, അതൊരു ചെറിയ കുട്ടിയാണ്, കണ്ടിട്ട് അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, ആദ്യം കുട്ടിയെ പരിശോധിക്കാൻ പറയും. പരിശോധിച്ച പട്ടാളക്കാർ കുട്ടി ഓക്കെ ആണെന്ന് പറഞ്ഞതും എത്രയും പെട്ടെന്ന് അവനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ക്യാപ്റ്റൻ പറഞ്ഞിട്ട് വീണ്ടും കോക്പിറ്റിലിരിക്കുന്ന ആളോട് ബാക്കി യാത്രക്കാരെവിടെ, അവരെ പുറത്തിറക്കാൻ ആവശ്യപ്പെടും. അന്നേരവും അയാൾ പറയുന്നത്, ആദ്യം ഞാൻ ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പറയാം, അല്ലാതെ യാത്രക്കാരെ ഇപ്പോൾ പുറത്തിറക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിയാലുടൻ കഴിവതും വേഗത്തിൽ ഈ വിമാനം തകർക്കണം എന്നൊക്കെയാണ്. ഇതോടെ അയാൾ തീവ്രവാദിയാണെന്ന് ക്യാപ്റ്റൻ ഉറപ്പായി. ഇനി യാത്രക്കാർ പുറത്തിറങ്ങാതെ നീ ഇരിക്കുന്നിടത്ത് നനങ്ങിയാൽ ഞങ്ങൾ ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ നിന്നെ വെടിവെച്ചിടുമെന്ന് അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. നേരത്തെ ഇറങ്ങിയ ആ കുട്ടിയോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം. അതുവരെ അയാൾ അവിടെ തന്നെ ഇരിക്കട്ടെ, ആ കുട്ടി എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് മാത്രം തീരുമാനമെടുക്കാനാണ് ക്യാപ്റ്റന്റെ പ്ലാൻ. അതിനായിട്ട് നയോമി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥയും കൂട്ടി ക്യാപ്റ്റൻ ആ കുട്ടി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ആ കുട്ടിയാണേൽ അവൻ്റെ ടെഡിയും കെട്ടിപ്പിടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. നയോമി ആ കുട്ടിയോട് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം, മോൻ ടെൻഷൻ അടിക്കണ്ട, മോൻ്റെ അമ്മ ഉൾപ്പെടെ അതിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ എല്ലാം ഞങ്ങൾ സുരക്ഷിതമായി തന്നെ പുറത്തിറക്കും. പക്ഷെ അതിനാദ്യം മോൻ എന്താണ് അതിനകത്ത് നടന്നതെന്ന് വിശദമായിട്ട് ആൻറ്റിയോട് പറയണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് യാത്രക്കാരെ രക്ഷിക്കാൻ പറ്റൂ എന്ന് പറയും. അപ്പോഴാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നത്. ഈ കുട്ടിയുടെ പേര് ഏലിയാസ് എന്നാണ്. അവൻ്റെ അമ്മ നജ്ജ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അതുകൊണ്ട് അവരുടെ ചികിത്സയ്ക്കായിട്ട് രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ ഇവർ ന്യൂയോർക്കിലേക്ക് പോകാനിരിക്കുകയാണ്. ഏലിയാസ് ആദ്യം ഒറ്റയ്ക്ക് ലഗേജുമായിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അമ്മ നജ്ജ റെഡിയാകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ടി വിയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി എയർലൈൻസ് കമ്പനികളുടെ ഷെയർ വാല്യൂ കുതിച്ചു കയറുന്നു, അതുകൊണ്ട് മറ്റുള്ള കമ്പനികളുടെ ഷെയർ വാല്യൂ വളരെയധികം താഴോട്ട് പോയി, പ്രത്യേകിച്ച് ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഭയങ്കര നഷ്ടം സംഭവിച്ചു എന്നുള്ള ചർച്ചകൾ നടക്കുന്നത്.
ഏലിയാസ് ലഗേജ് ചെക്ക് ചെയ്യാൻ കൊണ്ടുചെന്നതും അവിടെ ഇരിക്കുന്ന ലേഡി സ്റ്റാഫ് പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് മോൻ്റെ അമ്മ എവിടെയാണ് എന്ന് അവനോട് ചോദിക്കും. അമ്മ ഉടനെ വരും. അതിനു മുമ്പ് ലഗേജ് എല്ലാം ചെക്ക് ചെയ്യാൻ അമ്മ പറഞ്ഞുകൊണ്ടാണ് അവൻ തനിയെ വന്നതെന്നും പറഞ്ഞിട്ട് ലഗേജ് ചെക്ക് ചെയ്യാനായിട്ട് എടുക്കും. ഒരു ചെറിയ കുട്ടി തനിയെ ലഗേജ് എടുക്കുന്നത് കണ്ട ക്യൂവിൽ നിന്നൊരു യാത്രക്കാരൻ അവൻ്റെ ലഗേജ് എടുത്തു വെക്കാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യും. അപ്പോഴേക്കും നദ്ജ ന്യൂയോർക്കിൽ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ ബ്രൗണിനെ വിളിച്ചിട്ട് അവരുടനെ ഇറങ്ങാൻ പോവുകയാണെന്ന് അറിയിക്കും. ഡോക്ടർ ബ്രൗൺ ആണെങ്കിൽ അവൾക്കായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുറിയും സൗകര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് ഒന്നും പേടിക്കേണ്ട, അസുഖമെല്ലാം പൂർണ്ണമായിട്ടും മാറും എന്നവൾക്ക് ധൈര്യം കൊടുക്കും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാസ് അമ്മ നദ്ജയെ വിളിച്ചിട്ട് ലഗേജ് എല്ലാം ചെക്ക് ചെയ്തു, അമ്മ അതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറയും. നദ്ജ എയർപോർട്ടിലേക്ക് വന്ന് അവളുടെ ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിലിരിക്കുന്ന മരുന്നുകൾ കണ്ടിട്ട് സെക്യൂരിറ്റി ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കും. എല്ലാ മരുന്നിൻ്റെയും പ്രിസ്ക്രിപ്ഷനും ഡോക്ടറെ നോട്ടും അവളുടെ കയ്യിലുണ്ട്. നദ്ജയ്ക്ക് അസുഖം കൂടുതലായോണ്ട് ഓരോ നിശ്ചിത സമയം കഴിയും തോറും മരുന്ന് കഴിക്കണം. അതിനായിട്ട് അവൾ ഏലിയാസിനോട് മോൻ ഇവിടെ ഇരിക്ക്, അമ്മ മരുന്നെടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോകും. അപ്പോഴാണ് പുറത്തുനിന്ന് കളിക്കുന്ന ഏലിയാസ് നേരത്തെ അവനെ ഹെൽപ്പ് ചെയ്ത ആള് ഇവിടുത്തെ സമയവും ന്യൂയോർക്കിലെ സമയവും തമ്മിലുള്ള വ്യത്യാസം കാരണം ഒന്നും മനസ്സിലാകാതെ ഫോണിൽ ആരോടോ ദേഷ്യപ്പെടുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അയാൾ ഫോൺ കട്ട് ചെയ്തതും ഏലിയാസ് ഉടനെ അവൻ്റെ കയ്യിലെ പന്ത് കാണിച്ചിട്ട് സമയവ്യത്യാസം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. 2 രാജ്യങ്ങൾ തമ്മിൽ 5 മണിക്കൂർ സമയവ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ പ്ലെയിൻ ഇവിടുന്ന് പോകുമ്പോഴും രാത്രിയായിരിക്കും, അവിടെ എത്തുമ്പോഴും രാത്രിയായിരിക്കും. ഈ പ്ലെയിൻ ന്യൂയോർക്കിൽ എത്തുന്നത് വരെ പകല് കാണില്ല. ഇയാളുടെ പേര് ഫരീദ് എന്നാണ്. ആളൊരു ശാസ്ത്രജ്ഞനാണ്. ഒരു കൺവെൻഷന് പങ്കെടുക്കാനായിട്ടാണ് ഫരീദ് ന്യൂയോർക്കിലേക്ക് പോകുന്നത്. മോൻ എന്തിനാ പോകുന്നത്, കൂടെ ആരുമില്ലെന്ന് അയാൾ ചോദിക്കുമ്പോൾ അമ്മയുണ്ട്, അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് പോവുകയാണ്, അവിടുത്തെ ഡോക്ടർ അസുഖം പൂർണ്ണമായി മാറ്റാമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഏലിയാസ് ഭയങ്കര സന്തോഷത്തോടെ ഫരീദിനോട് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് നദ്ജ വരുന്നത്. ഉടനെ ഏലിയാസ് ഈ അങ്കിളാണ് എനിക്ക് ലഗേജ് എടുത്തു തന്നതെന്ന് നദ്ജയ്ക്ക് ഫരീദിനെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ എല്ലാവരും ഫ്ലൈറ്റിൽ കയറി അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതും ജൂലിയ എന്ന എയർ ഹോസ്റ്റസ് കോക്പിറ്റിലേക്ക് ചെല്ലും. അവിടെ 2 പൈലറ്റ്മാരുണ്ട്. അവരോട് കോഫി കൊണ്ടു തരട്ടെ എന്ന് അവൾ ചോദിക്കും. ആ കൂട്ടത്തിലെ കോ പൈലറ്റ് ബാസ്റ്റിൻ പതിവില്ലാതെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ട ജൂലിയ എന്താ പറ്റിയെന്ന് അയാളോട് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് ബാസ്റ്റിൻ പറയും. അവിടുന്ന് ജൂലിയ നേരെ യാത്രക്കാരുടെ അടുത്തേക്ക് ചെല്ലും. ഈ യാത്രക്കാരുടെ കൂട്ടത്തിൽ പഞ്ചാര അല്പം കൂടുതലുള്ള ബ്രോക്കർ കുഞ്ചു യാത്ര ചെയ്യുന്നുണ്ട്. ആള് ജൂലിയയോട് ഒന്ന് പഞ്ചാര അടിക്കുമ്പോൾ അവൾ അവിടുന്ന് നൈസായിട്ട് പോയിട്ട് പുതിയ സ്റ്റാഫായിട്ടുള്ള റോബർട്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് നീ ആ ബ്രോക്കർ കുഞ്ചിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാമോ എന്ന് ചോദിക്കും. പിന്നെന്താ, വിത്ത് പ്ലഷർ എന്നും പറഞ്ഞ് റോബർട്ട് പോയതും ജൂലിയ അവനെ നോക്കി അടുത്ത് നിൽക്കുന്ന എയർ ഹോസ്റ്റസിനോട് ഈ റോബർട്ട് എന്ത് സ്മാർട്ടാ അല്ലേ, ഇത്രയും നല്ലൊരു ചെറുക്കനെ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും. ഇത് കേട്ട അവർ ചിരിച്ചോണ്ട് മോളെ നീ അവനെ ശ്രദ്ധിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഇവിടെ പലർക്കും അവനെ ഒരു നോട്ടമുണ്ട്, ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് നീ നിന്റെ ഇഷ്ടം പറയാൻ നോക്കെന്ന് ഉപദേശിക്കും. ഇത് കേട്ട ജൂലിയ പറ്റിയ ഇന്ന് തന്നെ പറയണമെന്ന് ചിരിച്ചോണ്ട് പറയും. പക്ഷേ ബ്രോക്കർ കുഞ്ചുവിന് റോബർട്ട് ചെന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ടേക്ക് ഓഫ് കഴിഞ്ഞതും നദ്ജ അടുത്ത സെറ്റ് മരുന്ന് കഴിക്കാനായിട്ട് വാഷ്റൂമിലേക്ക് പോകും. ഏലിയാസ് ഈ സമയം നല്ല ഉറക്കത്തിലാണ്. തിരികെ വന്ന നദ്ജ അവളുടെ ഡയറി എടുത്ത് അതിലെന്തൊക്കെയോ എഴുതി വെക്കും. എന്നിട്ട് അതിലിരിക്കുന്ന അവളുടെ ഭർത്താവ് നിക്കോളയുടെയും നദ്ജയുടെയും കുഞ്ഞ് ഏലിയാസിൻ്റെയും ഫോട്ടോ എടുത്ത് നോക്കും. നദ്ജയും നിക്കോളയും കുഞ്ഞ് ഏലിയാസിനൊപ്പം വളരെ ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം നിക്കോളയുടെ വീട്ടുകാരെ കാണാനായിട്ട് അവർ നിക്കോളയുടെ നാട്ടിലേക്ക് പോകുന്നത്. എന്നാൽ പകുതി എത്തിയതും പെട്ടെന്ന് അവരുടെ കാറ് കേടാവും. ഉടനെ നിക്കോള അത് ശരിയാക്കാൻ ശ്രമിക്കുമെങ്കിലും അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ആരെയും സഹായത്തിന് കിട്ടുമോ എന്നറിയാനായിട്ട് നിക്കോള നദ്ജയെയും കുഞ്ഞിനെയും കാറിലിരുത്തി അവിടെ വെളിച്ചം കണ്ട ഒരു വീട്ടിലേക്ക് പോയി നോക്കും. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രോക്കർ കുഞ്ചു ബഹളം വെക്കുന്നത് നദ്ജ ശ്രദ്ധിക്കുന്നത്. കുഞ്ചു ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കറാണ്. ആൾക്ക് എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡേറ്റ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോഴാണേൽ ചെക്ക് ചെയ്യുമ്പോൾ നെറ്റും കിട്ടുന്നില്ല. അതിൻ്റെ വെപ്രാളത്തിലാണ് അയാൾ ബഹളം വെക്കുന്നത്. ഈ വിമാനം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലൂടെയാണ്. അതുകൊണ്ടാണ് നെറ്റ് കിട്ടാത്തതെന്ന് ജൂലിയ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വേറൊരു യാത്രക്കാരൻ ഒരാവശ്യവുമില്ലാതെ റോബർട്ടിനോട് ദേഷ്യപ്പെടും. ഉടനെ ആ വിമാനത്തിലെ ഒരു എയർ മാർഷൽ വന്നിട്ട് അയാളെയും കൊണ്ട് ഒരു ക്യാബിനകത്തേക്ക് കയറി എന്തിനാണ് താൻ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് തിരക്കും. ഈ ബഹളം കേട്ട് രണ്ടാമത്തെ എയർ മാർഷലും എന്താ പ്രശ്നമെന്ന് ചോദിച്ച് അവിടേക്ക് വരും. ഇതെല്ലാം യാത്രക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ റോബർട്ട് ചിരിച്ചോണ്ട് ആ ഭാഗത്ത് കർട്ടനിടും.
പെട്ടെന്നാണ് റോബർട്ടിന്റെ സ്വഭാവം മാറുന്നത്. അയാൾ രണ്ടാമത്തെ എയർ മാർഷലിന്റെ കഴുത്തൊടിച്ച് അയാളെ സൈഡാക്കിയിട്ട് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കത്തിയെടുത്ത് മറ്റേ എയർ മാർഷലിന്റെ മുഖത്തിന് നേരെ വെച്ചിട്ട് ഇനി ഒരു എയർ മാർഷലും കൂടി ഉണ്ടല്ലോ, അയാളുടെ സീറ്റ് ഏതാണെന്ന് ചോദിക്കും. ഇതിനിടെ യാത്രക്കാരിൽ നിന്ന് 2 പേരുടെ എഴുന്നേറ്റ് ആ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. മൂന്നാമത്തെ എയർ മാർഷൽ ഒരു സ്ത്രീയാണ്. അവരിയ്ക്കുന്ന സീറ്റ് മനസ്സിലാക്കിയ നേരത്തെ ആ ക്യാബിനിലേക്ക് കയറിയ കോർട്ടക്സ് ചെന്നിട്ട് അവരെയും ഇല്ലാതാക്കും. എന്നിട്ട് ആ സ്ത്രീയുടെ തോക്കെടുത്ത് ബർഗ് എന്നൊരു യാത്രക്കാരന് കൊടുക്കും. ഈ റോബർട്ടിന്റെ ശരിക്കുള്ള പേര് 8 ബാൾ എന്നാട്ടോ. ജൂലിയ കരുതുന്ന പോലെ അത്ര പാവമൊന്നുമല്ല 8 ബാള്. ഭീകരന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ സൈക്കോയാണ് 8 ബാള്. അവനാണെങ്കിൽ എയർ മാർഷലിനെ എത്ര തവണ കുത്തിയിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല. ഇവന്റെ ഈ സ്വഭാവം കണ്ട കാറിൽ അവനെ തടയും. എന്നാലും ഒരു കുത്തും കൂടെ കുത്തിയിട്ടാണ് 8 ബാള് മാറുന്നത്. ഇത് കണ്ട കാറിൽ ഇവന്റെ ഞൊരപ്പ് ഇതുവരെ മാറിയില്ലേന്ന് അതിശയിക്കുന്നുണ്ട്. മറ്റ് യാത്രക്കാർ ഈ നടക്കുന്ന ബഹളമൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണേലും നബ്ജയ്ക്ക് മാത്രം വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. 8 ബാൾ ആണേലും ഒരു സൈക്കോയെ പോലെ ചോര പുരണ്ട ഉടുപ്പുമായിട്ട് നേരെ യാത്രക്കാരുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ബഹളം വെച്ച് എല്ലാവരെയും ഉണർത്തും. അവന്റെ കോലം കണ്ട് മറ്റ് യാത്രക്കാർ പേടിക്കുന്നത് 8 ബാളിനങ്ങ് ഇഷ്ടപ്പെടും. അതോടെ ആൾ ഒന്നുകൂടെ ഹാപ്പിയായിട്ട്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഞങ്ങൾ ഈ വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായി പ്രശ്നമുണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ പൊട്ടിക്കും. ഇനി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലും ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ പൊട്ടിക്കും. അതുകൊണ്ട് എല്ലാവരും അടങ്ങിയിരിക്കാൻ പറഞ്ഞ് ചിരിക്കും. ഇതെല്ലാം കണ്ട് ജൂലിയ ആകെ ഞെട്ടിത്തരിച്ച് എന്ത് വേണമെന്നറിയാതെ നിൽക്കുമ്പോൾ ബർഗ് അവിടേക്ക് വരും. ഇയാളാണ് ഭീകരന്മാരുടെ നേതാവ്. ബർഗ് കോക്പിറ്റിൽ തട്ടുമ്പോൾ കോ പൈലറ്റ് ബാസ്റ്റിനാണ് വാതിൽ തുറക്കുന്നത്. ബാസ്റ്റിനും ബർഗിന്റെ സംഘത്തിലാളാണ്. ബർഗും ബാസ്റ്റിനും 8 ബാളും ഉൾപ്പെടെ മൊത്തം 6 ഭീകരന്മാരിപ്പോൾ ഈ വിമാനത്തിലുണ്ട്. മെയിൻ പൈലറ്റിനെ ബാസ്റ്റിൻ തട്ടിയെന്ന് മനസ്സിലാക്കിയ ജൂലിയ സങ്കടത്തോടുകൂടി ഞെട്ടി അവനെ നോക്കുന്നുണ്ട്. കോക്പിറ്റിനകത്തേക്ക് കയറിയ ബർഗും ബാസ്റ്റിനും ചേർന്ന് മരിച്ച പൈലറ്റിനെ ഹച്ചിനകത്തേക്ക് തള്ളിയിടും. സൈക്കോ 8 ബാളും ബാക്കിയുള്ള ഭീകരന്മാരും ചേർന്ന് യാത്രക്കാരെ മൊത്തം ഒരു ഭാഗത്തേക്കാക്കും. നേരത്തെ ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ 8 ബാള് ആരും അറിയാതെ ബ്ലാക്ക് ബോക്സിന്റെ സ്ഥാനം മനസ്സിലാക്കി അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബുർജി എന്ന ഭീകരൻ UV ലൈറ്റ് അടിച്ചു നോക്കി ബ്ലാക്ക് ബോക്സ് എവിടാണെന്ന് കണ്ടെത്തും. പരിഭ്രാന്തരായ യാത്രക്കാരോട് ബർഗ്, ആരും പേടിക്കണ്ട, വ്യക്തിപരമായി നിങ്ങൾ ആരോടും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാൻ ഞങ്ങൾക്കൊരു പ്ലാനുമില്ല. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ വിമാനം ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് പറയും. യാത്രക്കാരെ മുഴുവൻ കൈകൾ മുൻപോട്ട് വെച്ചിരുത്തും. 8 ബാൾ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് യാത്രക്കാരെ പേടിപ്പിച്ച് നടക്കുമ്പോഴാണ് അവനെ കണ്ട് നബ്ജ അസ്വസ്ഥത കാണിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അവനുടനെ അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ട ഏലിയാസ്, അമ്മ പ്ലീസ് ശ്രദ്ധിക്കണേന്ന് പറയും. അതെന്തിനാണെന്ന് നിങ്ങൾ ഇപ്പം മനസ്സിലാവത്തില്ല, എനിക്കും അറിയത്തില്ല. 8 ബാള് നബ്ജയുടെ അടുത്ത് ചെന്നിട്ട്, നീ എന്തിനാടി ഇവിടെ ഇരുന്ന് വെപ്രാളം കാണിക്കുന്നതെന്ന് ചോദിക്കും. 8 ബാള് നബ്ജയുടെ അടുത്ത് നിൽക്കുന്നത് കാറിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ ഉടനെ അവിടേക്ക് വന്നിട്ട് ആ സ്ത്രീയെ ഉപദ്രവിക്കാതെ മാറി നിൽക്കാൻ ആവശ്യപ്പെടും. ഇതിനിടെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ച ബുർജി അത് റീപ്രോഗ്രാം ചെയ്ത് ഓഫാക്കും. എന്നാൽ ബ്ലാക്ക് ബോക്സ് ഓഫായതും തൊട്ടടുത്ത എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് സിഗ്നൽ കിട്ടുന്നില്ലല്ലോ, എന്തു പറ്റിയെന്ന് തിരക്കും. കൂടാതെ നിങ്ങളിപ്പം റൂട്ട് മാറി ലണ്ടനിലേക്കാണ് പോകുന്നതെന്ന മുന്നറിയിപ്പും കൊടുക്കും. ഉടനെ ബാസ്റ്റിൻ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അതുടനെ പരിഹരിക്കാമെന്ന് പറയും. നബ്ജയുടെ കണ്ടീഷൻ മോശമാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഏലിയാസ് നബ്ജയെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കാർഡ് കാണിച്ചിട്ട്, അമ്മ നമുക്ക് ആരും കാണാതെ ഈ കാർഗോ ഹോൾഡിൽ ഒളിച്ചാലോ, ഇവര് വേറെ എവിടേക്കോ ഈ വിമാനം തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറയും. എന്നാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കിയ നബ്ജ ദയവ് ചെയ്ത് നീയായിട്ട് പ്രശ്നമുണ്ടാക്കാതെ അടങ്ങിയിരിക്കാൻ പറഞ്ഞ് ദേഷ്യപ്പെടും. യാത്രക്കാരുടെ അടുത്തേക്ക് വന്ന കോർട്ടക്സ് എന്ന ഭീകരൻ ഫരീദിന്റെ അടുത്ത് ചെന്നിട്ട് എഴുന്നേറ്റു ഒപ്പം വരാൻ ആവശ്യപ്പെടും. ഇതേപോലെ യാത്രക്കാരനെ 8 ബാളും വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്നാൽ സമാധാനപരമായിട്ട് മുന്നോട്ട് നടന്നിട്ടും ഈ 8 ബാള് ഒരു കാര്യവുമില്ലാതെ അയാളെ അടിക്കുന്നുണ്ട്. ഇത് കണ്ട കാറലിന് പിന്നെയും ദേഷ്യം വരും. അവനുടനെ 8 ബാളിനോട്, നീ കുറേ നേരമായിട്ട് ഒരു ആവശ്യവുമില്ലാതെ ഷോ തുടങ്ങിയതാ, ഇനി ഇതിനകത്ത് നീ ഷോ കാണിച്ചാൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയും. യാത്രക്കാർ പ്രശ്നമുണ്ടാക്കാത്തിടത്തോളം അവരോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് ബർഗ് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയാസ് നബ്ജ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയം സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് കാർഗോ ഹോൾഡിനടുത്തുള്ള വാതിലിലേക്ക് ഓടുന്നത്. ഉടനെ അവനെ തടയാനായിട്ട് നബ്ജയും പിന്നാലെ ചെല്ലും. ഇത് കാറലിനോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന 8 ബാള് കാണും. അവനുടനെ നബ്ജയുടെ അടുത്തേക്ക് തോക്കുമായിട്ട് ചെല്ലും. ഇത് കണ്ട നബ്ജ കരഞ്ഞുകൊണ്ട്, എൻ്റെ മോൻ ചെറിയൊരു കുട്ടിയാണ്, അവനൊരു അബദ്ധം പറ്റിയതാണ്, ഉപദ്രവിക്കരുത്, ഇനി ഞാൻ അവനെ ശ്രദ്ധിച്ചോളാമെന്നൊക്കെ പറയുമെങ്കിലും ഈ സൈക്കോ 8 ബാൾ ഉണ്ടല്ലോ, അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ തുരുതുരാ വെടിവെക്കും.
വെടിയേറ്റ് നദ്ജ വീണതും ഏലിയാസ് കരഞ്ഞുകൊണ്ട് അവളുടെ നേരെ ഓടിച്ചെന്നിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. 8 ബാള് അവന്റെ നേരെയും ചെല്ലുന്നത് കണ്ട കാറൽ, നിന്നോട് അവന്റെ അമ്മ ഉപദ്രവിക്കരുതെന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ, എന്നിട്ടും നീ എന്തിനാണ് അവരെ വെടിവെച്ചതെന്ന് ചോദിച്ച് 8 ബാളിനോട് ദേഷ്യപ്പെടും. അവനാണേല് അതൊന്നും ശ്രദ്ധിക്കാതെ ഏലിയാസിനെ പൊക്കിയെടുക്കുന്ന കണ്ട കാറൽ അവിടേക്ക് ചെന്നിട്ട് ഏലിയാസിനെ മോചിപ്പിക്കും. എന്നിട്ട് ഏലിയാസിനോട് നീ നല്ല കുട്ടിയായിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയും. പാവം ഏലിയാസ് അവൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങും. ഈ ബഹളമൊക്കെ കേട്ടിട്ട് കോക്പിറ്റിലിരുന്ന ബർഗ് അവിടേക്ക് വരും. എന്താ പറ്റിയേ, വെടിയൊച്ച കേട്ടല്ലോ എന്ന് ബർഗ് ചോദിക്കുമ്പം കോർട്ടെക്സ് 8 ബാള് ഒരു യാത്രക്കാരിയെ വെടിവെച്ചെന്ന് പറയും. 8 ബാൾ ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നദ്ജയുടെ അടുത്ത് കിടക്കുന്ന അവളുടെ ഹാൻഡ് ബാഗ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. ആ ഹാൻഡ് ബാഗിൽ അവൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അത് 8 ബാൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ബർഗ് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, ഇനി നീ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മോനെ 8 ബാളെ, നിന്നെ ഞാനായിട്ട് തീർക്കും. നിന്നെ കൊണ്ട് എവിടെ എന്തിനു പോയാലും നീ ആവശ്യമില്ലാത്ത വള്ളികൾ പിടിക്കും. എന്നിട്ട് 8 ബാളിൻ്റെ തോക്ക് വാങ്ങിച്ച് കാറലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇനി ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഒന്നും നോക്കണ്ട, നീ അങ്ങ് പൊട്ടിച്ചേക്കാൻ പറയും. ചന്നം പിന്നെ വെടികൊണ്ടെങ്കിലും നദ്ജ മരിച്ചിട്ടില്ലായിരുന്നു. അവൾക്ക് പിന്നെയും ഭർത്താവ് നിക്കോളയുടെ ഓർമ്മകൾ വരും. അന്ന് നിക്കോളയുടെ മാതാപിതാക്കളെ കാണാനായിട്ട് പോകുന്ന വഴി കാറ് കേടായിരുന്നല്ലോ. അത് നന്നാക്കാൻ ആരെങ്കിലും കിട്ടുമോന്നറിയാൻ ഒരു വീട്ടിലേക്ക് പോയ നിക്കോളയെ കുറേ നേരമായിട്ടും തിരികെ കാണാത്തോണ്ട് നദ്ജ ഏലിയാസിനെ എടുത്ത് ആ വീട്ടിലേക്ക് ചെല്ലും. വീടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടമായിരുന്നു അത്. അകത്തേക്ക് കയറിയ നദ്ജയെ മനുഷ്യരൂപമുള്ള എന്നാൽ മനുഷ്യനല്ലാത്ത ഒരു ജീവി ആക്രമിക്കും. പേടിച്ചു പോയ നദ്ജ പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് അടുത്ത് കണ്ട മുറിയിൽ കയറി വാതിലടയ്ക്കും. എന്തിലോ തട്ടിയ നദ്ജ അത് എന്താണെന്നറിയാനായിട്ട് താഴേക്ക് നോക്കുമ്പോൾ അവിടെ നിക്കോള മരിച്ചു കിടക്കുന്നത് കാണും. അപ്പോഴേക്കും ജനല് വഴി ആ ജീവി അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് കണ്ട നദ്ജ അവിടെ കിടന്നൊരു ഇരുമ്പ് വടിയെടുത്ത് അതിനെ തല്ലും. അതൊരു മനുഷ്യനല്ലായിരുന്നു, വാമ്പയർ ആയിരുന്നു കേട്ടോ. ആ വാമ്പയർ നദ്ജയുടെ കയ്യിൽ കടിക്കും. ഇത്രയും ഓർത്തിട്ട് നദ്ജ പതിയെ എഴുന്നേറ്റ് നേരത്തെ ഏലിയാസ് പറഞ്ഞ കാർഗോ ഹോൾഡിനടുത്തേക്ക് ചാടും. ഫരീദ് ഉൾപ്പെടെ 3 പേരെ ഭീകരന്മാര് പിടിച്ചോണ്ട് പോയത് അവരെ കൊണ്ട് ഈ ഭീകരര് തയ്യാറാക്കിയ മെസ്സേജ് വായിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഈ മെസ്സേജ് ഇവർ അധികാരികൾക്ക് അയച്ചു കൊടുക്കും. ഈ മെസ്സേജിൽ പറയുന്നത് ഭീകരന്മാർക്ക് മറ്റൊരു 9/11 നടത്തി അള്ളാഹുവിൻ്റെ മഹത്വം ലോകം മൊത്തം അറിയിക്കണം, അങ്ങനെ കുറെ കാഫിറുകളെ ഇല്ലാതാക്കണം എന്നൊക്കെയാണ്. അതിനുവേണ്ടിയാണ് മുസ്ലിം പേരുള്ള ഫരീദ് ഉൾപ്പെടെ 3 പേരെ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഇവന്മാരുടെ ഉദ്ദേശം കുതിച്ചു കയറുന്ന എയർലൈൻ ഷെയർ വാല്യൂ കുത്തനെ കുറയ്ക്കുക എന്നതാണ്. ലോകത്തെ മുഴുവൻ ഇത് ചെയ്തത് തീവ്രവാദികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെ വെച്ച് മെസ്സേജ് റെക്കോർഡ് ചെയ്യിക്കുന്നത്. അതങ്ങനെ കുറയണം. ആദ്യം വായിച്ച ആൾക്ക് അവസാനം എഴുതിയിരിക്കുന്ന അറബി വാക്കുകൾ വായിക്കാൻ അറിയില്ല. കഴിഞ്ഞ 5 വർഷം ഈജിപ്തിൽ താമസിച്ചിട്ടും മുസ്ലിമായിട്ടും നിനക്ക് അറബി വായിക്കാൻ അറിയില്ലേ എന്ന് ബർഗ് ചോദിക്കുമ്പോൾ, ഇസ്ലാം പഠിപ്പിക്കുന്നത് തീവ്രവാദം നടത്താനല്ല, മുസ്ലിം നാമധാരികൾ മുഴുവൻ തീവ്രവാദികളല്ലെന്ന് തിരിച്ചയാൾ ദേഷ്യപ്പെടും. കാർഗോ ഹോൾഡിൽ ഇറങ്ങിയ നദ്ജ ചുറ്റും നോക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടിയെ കൂട്ടിലടച്ചിരിക്കുന്നത് കാണും. അവൾ ഉടനെ അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിനെ കൂട്ടിന്ന് പുറത്തെടുക്കും. പിന്നെന്താ നടക്കുന്നതെന്ന് ഊഹിക്കാമല്ലോ. അതേ സുഹൃത്തുക്കളെ, അന്ന് കടി കിട്ടിയ ശേഷം നദ്ജയും ഒരു വാമ്പയറായി മാറിയിരുന്നു. ആദ്യത്തെ ആൾക്ക് അറബി വായിക്കാൻ അറിയാത്തോണ്ട് ബർഗ് രണ്ടാമതിരിക്കുന്ന മുഹമ്മദിനോട് വായിക്കാൻ പറയും. അവൻ കരഞ്ഞുകൊണ്ട് തപ്പിപ്പെറുക്കി വായിക്കുന്നത് കണ്ട ഫരീദിന് വരെ അങ്ങനൊരു സാഹചര്യത്തിലും ചിരി വരും. ബർഗ് ഉടനെ മുഹമ്മദിനെ എന്തുവാടേ ഇത് എന്നൊരർത്ഥത്തിൽ നോക്കിയിട്ട് തിരിഞ്ഞ് ഫരീദിനോട് കൊണ്ടുവന്ന 2 കണക്ക നിനക്കെങ്കിലും അറിയാവോടെ എന്ന് ചോദിക്കും. ഫരീദ് ആ പേപ്പർ വാങ്ങി അതിലുള്ളത് കൃത്യമായി വായിച്ചിട്ട് അതിനുശേഷം, ഞങ്ങൾ തീവ്രവാദികളല്ല, യാത്രക്കാരാണ്, മുസ്ലിങ്ങളായോണ്ട് മാത്രം ഇവർ ഞങ്ങളുടെ നേരെ തോക്ക് ചൂണ്ടി നിർബന്ധിപ്പിച്ച് വായിപ്പിക്കുന്നതാണ്, രക്ഷിക്കണമെന്ന് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ പറയും. എന്നിട്ട് കഴിഞ്ഞെന്ന രീതിയിൽ ബർഗിനെ നോക്കുമ്പോൾ ബർഗ് ചിരിച്ചോണ്ട്, അറബിയിൽ തന്നെ വിളച്ചിലെടുക്കരുത് കേട്ടോ, നിന്നോട് എഴുതി തന്നത് വായിക്കാൻ പറഞ്ഞാൽ അത് മാത്രം വായിച്ചാൽ മതി, കയ്യിൽ നിന്നിട്ട് വായിക്കണ്ട കേട്ടോ, രക്ഷിക്കാൻ പറഞ്ഞതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ അയക്കൂ എന്ന് പറയും. നദ്ജ പട്ടിക്കുട്ടിയുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ബുർജിയും കോർട്ടെക്സും വരുന്നത് അവൾ കാണുന്നത്. വാതിലുകളിൽ ഡെറ്റനേറ്റർ വെക്കാനായിട്ടാണ് ഇവരിപ്പം താഴേക്ക് വന്നിരിക്കുന്നത്. ഇത് ലണ്ടനിൽ ഇടിച്ചിറങ്ങുമ്പോൾ ഈ വിമാനം പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നദ്ജ പട്ടിക്കുട്ടിയുടെ രക്തം കുടിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? അവൾക്ക് വെടിയേറ്റുകൊണ്ട് അവളുടെ ഹെൽത്ത് വീക്കായി. ഇനി അത് ഓക്കെ ആകണമെങ്കിൽ രക്തം കുടിക്കണം. അതിനുവേണ്ടിയാണ് പട്ടിക്കുട്ടിയെ പിടിച്ചത്. കോർട്ടെക്സ് വാതിലിൽ ഡെറ്റനേറ്റർ വെക്കാനായിട്ട് പോയതും കുറച്ച് സമയം കഴിഞ്ഞ് ബുർജി ശബ്ദം കേട്ട് നോക്കുമ്പോൾ നദ്ജ അവിടെ ഇരുന്ന് രക്തം കുടിക്കുന്നത് കാണും.
അതുകണ്ട് അവൻ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങിയതും നജ്ജ ഉടനെ അവിടെ ഇരിക്കുന്ന ഒരു വയറെടുത്ത് അവൻ്റെ കഴുത്തിൽ മുറുക്കി ബുർജിയെ കൊല്ലും. എന്നിട്ടാണ് അവൻ്റെ രക്തം കുടിക്കുന്നത്. കൊല്ലാതെ നജ്ജ ആരുടെയും രക്തം കുടിച്ചാൽ അവരും അവളെ പോലെ വാമ്പയറായി മാറും. അതറിയാവുന്നുണ്ട് ബുർജി വാമ്പയർ ആകാതിരിക്കാനാണ് അവള് ആദ്യമേ തന്നെ അവനെ കൊന്നിട്ട് രക്തം കുടിച്ചത്. ഇതൊന്നും അറിയാതെ ബർഗ് മെസ്സേജ് വായിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫരീദ് ഉൾപ്പെടെ 3 പേരെയും തിരികെ സീറ്റിലേക്ക് വിടും. എന്നാൽ ഫരീദ് സ്വന്തം സീറ്റിലിരിക്കാതെ ഏലിയാസ് ഒറ്റയ്ക്കിരുന്ന് കരയുന്നിടത്തേക്കാണ് പോകുന്നത്. അത് കണ്ടിട്ടും ഭീകരനായിട്ടുള്ള കാറിൽ ഫരീദിനെ ഒന്നും പറയത്തില്ല. അപ്പോഴേക്കും രക്തം കുടിച്ചു ഓക്കെ ആയ നജ്ജ അവളുടെ വാമ്പയർ വൈറസിനെ സപ്രസ് ചെയ്യിക്കാനുള്ള മരുന്ന് കുത്തിവെക്കും. രക്തം കുടിച്ചു കഴിഞ്ഞാലുടൻ ഈ മരുന്ന് കുത്തിവെച്ചില്ലേൽ നജ്ജ അഗ്രസീവ് ആവും. പിന്നീട് അവൾ വാമ്പയറുകളുടെ സ്വഭാവം കാണിക്കാനും തുടങ്ങും. അത് തടയാനാണ് അവൾ മരുന്ന് കഴിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സാധാ മനുഷ്യ സ്ത്രീയായി മാറാൻ വേണ്ടിയിട്ടാണ് നജ്ജ ന്യൂയോർക്കിലേക്ക് പോകുന്നത്. ഏലിയാസിനും ഡോക്ടർ ബ്രൗണിനും നജ്ജ വാമ്പയർ ആണെന്ന കാര്യം അറിയാം. അതുകൊണ്ടാണ് നേരത്തെ ഏലിയാസ് രക്തം പുരണ്ട ഷർട്ടുമായിട്ട് 8 ബാൾ വന്നപ്പോൾ അമ്മ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞത്. അപ്പോഴാണ് ബർഗ് വാക്കി ടോക്കി വഴി ബുർജിയുടെ വാക്കി ടോക്കിയിലേക്ക് വിളിക്കുന്നത്. കൃത്യം 10 മിനിറ്റ് ആകുമ്പോൾ ഭീകരന്മാർക്ക് പാരച്യൂട്ട് വഴി താഴേക്ക് ചാടണം. കടലിൽ കപ്പലുകളിൽ ഇവരുടെ മറ്റ് സംഘാംഗങ്ങൾ കാത്തിരിപ്പുണ്ട്. 10 മിനിറ്റിനുള്ളിൽ താഴേക്ക് ചാടണം. അതിനുള്ളിൽ ഡെറ്റനേറ്റർ എല്ലാം സെറ്റ് ചെയ്തോന്ന് അറിയാനായിട്ടാണ് ബർഗ് വിളിക്കുന്നത്. ഇതെല്ലാം നജ്ജ കേൾക്കുന്നുണ്ട്. അവള് മരിച്ചു കിടക്കുന്ന ബുർജിയുടെ രക്തം കുറച്ചും കൂടെ കുടിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി മുകളിലേക്ക് ചെല്ലും. കോർട്ടക്സ് ഈ സമയം വാതിലുകളിൽ ഡെറ്റനേറ്ററുകൾ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അവൻ ഈ നജ്ജയെ കാണുന്നില്ല. ഇതേ സമയം സൈക്കോ 8 ബാൾ വീണ്ടും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഉടനെ തന്നെ ഞങ്ങൾ ഈ പ്ലെയിനിൽ നിന്ന് പോകും. ഇത് കേട്ട് നിങ്ങൾ ആരും ആശ്വസിക്കേണ്ട. കാരണം ഞങ്ങൾ ഇറങ്ങി 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വിമാനം ലണ്ടൻ നഗരത്തിൽ ഇടിച്ചിറങ്ങി നിങ്ങളെല്ലാം പൊട്ടിത്തെറിക്കും. നിങ്ങളെല്ലാവരും എന്തായാലും മരിക്കും. പിന്നെ ഞങ്ങൾക്കെല്ലാം മനസാക്ഷി ഇച്ചിരി കൂടുതലായതുകൊണ്ട് നിങ്ങളെ മയക്കി കിടത്താനായിട്ട് ഒരു ഗ്യാസ് ഇപ്പോൾ ഇവിടേക്ക് വ്യാപിപ്പിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദാണ്ടെ ഇതുപോലൊരു മാസ്ക് വെക്കണം. അവിടെ നിങ്ങൾക്ക് ഭാഗ്യമില്ല. ഈ മാസ്ക് ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ആർക്കും ഇത് തരില്ല എന്നൊക്കെ പറയും. അതങ്ങനെ ഒരു സൈക്കോ. താഴെ കാർഗോ ഹോളിലേക്ക് ചെന്ന ബർഗും കൂട്ടരും നോക്കുമ്പോൾ ബുർജി അവിടെ നിലത്ത് രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നത് കാണും. തൊട്ടടുത്ത് മുഖത്ത് രക്തവുമായിട്ട് ഒരു പട്ടിക്കുട്ടിയും നിൽപ്പുണ്ട്. അത് കണ്ട അവര് ഇനി ബുർജിയെ ഈ പട്ടി ആക്രമിച്ചു കൊന്നതാണെന്ന് കരുതും. നജ്ജ വേഗം മുകളിലേക്ക് ചെല്ലും. അവളെ കണ്ട യാത്രക്കാരെല്ലാം ഞെട്ടിപ്പോകും. ചന്നം ഭിന്നം 8 ബാൾ വെടിവെച്ചതും നജ്ജ മരിച്ചു വീണതും ഇവരെല്ലാരും കണ്ടായിരുന്നല്ലോ. നജ്ജ വന്നത് കണ്ട ഏലിയാസ് ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിക്കും. അവൾ ഉടനെ അവനെയും കൊണ്ട് കോക്പിറ്റിലേക്ക് പോകും. എത്രയും പെട്ടെന്ന് പൈലറ്റിനെ കണ്ടിട്ട് ഭീകരന്മാര് ഉടനെ താഴേക്ക് ചാടും. അതുകൊണ്ട് ന്യൂയോർക്കിലേക്ക് വിമാനം തിരിച്ചുവിടാൻ പറയാൻ വേണ്ടിയിട്ട് കോക്പിറ്റിനകത്തേക്ക് കയറിയ നജ്ജ നോക്കുമ്പോൾ അതിലെങ്ങും ആരുമില്ല. വിമാനമാണെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡിലാണ് കിടക്കുന്നത്. അവള് വേഗം അവിടുന്ന് ഇറങ്ങി തിരികെ യാത്രക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് ഈ വിമാനത്തിലെ പൈലറ്റുമാർ എവിടെയെന്ന് തിരക്കും. ഉടനെ ജൂലി എഴുന്നേറ്റിട്ട് മെയിൻ പൈലറ്റ് മരിച്ചു, കോ പൈലറ്റ് ഭീകരന്മാരുടെ ആളാണെന്ന് പറയും. അത് കേട്ട യാത്രക്കാർ പരിഭ്രാന്തരാകാൻ തുടങ്ങും. ഉടനെ നജ്ജ ഈ കൂട്ടത്തിലെ വിമാനം ഓടിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ട് ആദ്യം ആരും ഒന്നും മിണ്ടില്ലേലും മുഹമ്മദ് കൈപൊക്കി എഴുന്നേക്കും. എന്നിട്ട് എനിക്കറിയാമെന്ന് പറയും. ഇത് കണ്ട് യാത്രക്കാരിൽ ഒരാളായിട്ടുള്ള റെയ്നർ എഴുന്നേറ്റിട്ട്, ഡാ കൊച്ചർക്ക, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട. പൈലറ്റ് ഇല്ലേലും ഓട്ടോ പൈലറ്റ് മോഡിൽ സുരക്ഷിതമായിട്ട് നമുക്ക് ലണ്ടനിലോ ന്യൂയോർക്കിലോ എവിടെ വേണേലും ഇറങ്ങാം. നീ ഇതെങ്ങാനും ഓടിക്കുന്നത് ആ ഭീകരന്മാർക്ക് മനസ്സിലായ നിന്നെ മാത്രമല്ല അവർ വേണേൽ തിരികെ വന്ന് ഞങ്ങളെ കൂടി ഇല്ലാതാക്കുമെന്ന് പറയും. ഇത് കേൾക്കുമ്പം ഫരീദിന് ദേഷ്യം വരും. ഫരീദിന് മാത്രമല്ല, അത് കേട്ടപ്പോൾ എനിക്കും ദേഷ്യം വന്നു. അവൻ ഉടനെ എഴുന്നേറ്റിട്ട്, നമ്മൾ ലണ്ടനിലെത്തിയാലും വിമാനം തകർന്ന് മരിക്കത്തേ ഉള്ളൂ. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവന്മാർ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നേരത്തെ ഞങ്ങളെ കൊണ്ടുപോയതേ ചായ തരാനല്ല, ഞങ്ങളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്യിക്കാനായിരുന്നു. ലണ്ടനിലെത്തിയ ഒന്നുകിൽ നമ്മൾ വിമാനം പൊട്ടിത്തെറിച്ച് മരിക്കും, ഇല്ലെങ്കിൽ ഈ റെക്കോർഡിംഗ് കേട്ട ബ്രിട്ടീഷ് പട്ടാളം നമ്മളെ വെടിവെച്ചിടും. രണ്ടായാലും മരണം ഉറപ്പാണ്. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ന്യൂയോർക്കിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഒപ്പം അവന്മാര് വിമാനത്തിൽ എവിടേക്കോ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കളുണ്ട്, അതെല്ലാം കണ്ടുപിടിച്ച് നശിപ്പിക്കണമെന്ന് പറയും. ഇതിനിടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നജ്ജ മുഹമ്മദിനെയും ഏലിയാസിനെയും കൊണ്ട് നേരെ കോക്പിറ്റിലേക്ക് പോകും.
ഫരീദ് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടും റെയ്നർ അത് വിശ്വസിക്കുന്നില്ല. ആളുടെ അഭിപ്രായത്തിൽ അവരെ കണ്ടാലേ അറിയാം അവർ തീവ്രവാദികളൊന്നുമല്ല. തീവ്രവാദികളായിരുന്നേൽ അവർ നമ്മളെ ഒരു മനസാക്ഷിയും കാണിക്കാതെ എല്ലാവരെയും കൊന്നേനേയും. അവരുടെ പേര് തന്നെ കേട്ടാൽ അറിഞ്ഞൂടെ തീവ്രവാദികളൊന്നുമല്ല. ഇത് കേട്ട ഫരീദിന് പിന്നെയും ദേഷ്യം വരും. അത് ശരിയാ, നിങ്ങളുടെ അഭിപ്രായത്തിൽ തീവ്രവാദം നടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമാണല്ലോ. താനൊക്കെ ഏത് ലോകത്താണോ ജീവിക്കുന്നത്? അന്നേരം ബ്രോക്കർ കുഞ്ചു എഴുന്നേറ്റിട്ട് അവന്മാർ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അവന്മാരുടെ ഉദ്ദേശം എയർലൈൻ സ്റ്റോക്ക് മാർക്കറ്റ് തകർക്കുക എന്നത് മാത്രമാണ്. കുറച്ച് ദിവസമായിട്ട് എയർലൈൻ സ്റ്റോക്ക് ഷെയർ കുതിച്ചു കയറുകയായിരുന്നല്ലോ. അതില്ലാതാക്കാനാണ് ഇവന്മാരിപ്പോൾ ഈ വിമാനം തകർക്കാൻ ശ്രമിക്കുന്നത്. അതോടെ ഷെയറിന്റെ പ്രൈസും കുത്തനെ ഇടിയുമെന്ന് പറയും. ഉടനെ വേറൊരു യാത്രക്കാരൻ എഴുന്നേറ്റിട്ട് ഇതൊന്നുമല്ല, ഇലക്ഷൻ അട്ടിമറിക്കണം, അതിനാണ് അവന്മാർ ശ്രമിച്ചത്. ഉടനെ ആ കഥ കേൾക്കാനായിട്ട് എല്ലാവരും കൂടെ അയാളുടെ നേരെ ശ്രദ്ധ തിരിക്കും. ഇതെല്ലാം കണ്ട ഫരീദിന് ഇത്രയും അപകടം പിടിച്ച ഒരു സമയത്തും നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇമാതിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്നതെന്നും ചോദിച്ചിട്ട് വാതിലുകളിലെല്ലാം ഡെറ്റനേറ്റർ ഘടിപ്പിച്ചിരിക്കുകയാണ്. വിമാനം എവിടെ എത്തിയാലും പൊട്ടിത്തെറിക്കാതിരിക്കണമെങ്കിൽ അതെല്ലാം നിർവീര്യമാക്കണം. താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ വരാമെന്നും പറഞ്ഞിട്ട് അവൻ മുമ്പോട്ട് നടക്കും. മുകളിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും അറിയാതെ ബർഗും കൂട്ടരും പാരച്യൂട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ കാത്തു നിൽക്കുന്നവർ ബർഗിനെ വിളിച്ചിട്ട് ഇവിടെല്ലാം ഓക്കെയാണ്, നിങ്ങൾ റെഡിയായോ എന്ന് ചോദിക്കും. ഉടനെ കാറിൽ എല്ലാവരുടെയും GPS ഡിവൈസ് കൃത്യമായിട്ട് ബോഡിയിൽ വെക്കണം. മിക്കവാറും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ വീഴുന്നത്. അതുകൊണ്ട് GPS ഇടലിൽ വീണാൽ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയും. വെടിയേറ്റിട്ടും നജ്ജ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവൾ എവിടുന്നേലും രക്തം കുടിച്ചിട്ടുണ്ടാകുമെന്ന് അറിയാവുന്നുണ്ട്. ഏലിയാസ് അമ്മ എവിടുന്ന രക്തം കുടിച്ചേ, യാത്രക്കാരെങ്കിലും അമ്മ ഓർക്കാതെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കും. എന്നാൽ നജ്ജ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട ഏലിയാസ് വീണ്ടും ശരി, രക്തം കുടിച്ചു കഴിഞ്ഞ് അമ്മ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കും. അപ്പോഴേക്കും അവിടേക്ക് വന്ന ഫരീദും അവനൊപ്പം വന്ന 2-3 യാത്രക്കാരും കോക്പിറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് തിരക്കും. പാരച്യൂട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാറലിന്റെ അടുത്തേക്ക് നജ്ജ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ കുപ്പി ഉരുണ്ടു വന്ന് വീഴുന്നത്. അവരാരും അതിന് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിലും 8 ബാൾ ആ മരുന്നെടുത്ത് നോക്കും. വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലായതുകൊണ്ട് അത് ഓഫ് ചെയ്യട്ടെ എന്ന് മുഹമ്മദ് ചോദിക്കുമ്പോൾ നജ്ജ കാർഗോ ഹോൾഡിൽ നിൽക്കുന്ന ഭീകരന്മാരെ ശ്രദ്ധിച്ചിട്ട് തൽക്കാലം ഒന്നും ചെയ്യണ്ട, ആദ്യം അവർ ചാടട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറയും. മരുന്നെടുത്ത് നോക്കിയ 8 ബാളിന് അതവൻ നേരത്തെ വെടിവെച്ചിട്ട സ്ത്രീ ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാവും. ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് സംശയം നോക്കിയ 8 ബാള് വെറുതെ നജ്ജ കിടന്നിടത്തേക്ക് ചെന്ന് നോക്കും. അവൾ അവിടെ ഇല്ലെന്ന് കണ്ടതും 8 ബാളിന് എന്തൊക്കെയോ സംശയം തോന്നും. അവനുടനെ ബാക്കിയുള്ള ഭീകരന്മാരെയും കൊണ്ട് നേരെ മുകളിലേക്ക് വരും. എന്നിട്ട് 8 ബാള് ഇവിടെ കിടന്ന ആ സ്ത്രീ എവിടെയെന്ന് യാത്രക്കാരോട് ചോദിക്കും. ഉടനെ റെയ്നർ എഴുന്നേറ്റിട്ട് അവര് കോക്പിറ്റിലുണ്ട്, ഞങ്ങൾ ഈ കാര്യത്തിൽ നിരപരാധികളാണെന്ന് പറയും. ഉടനെ ബർഗും ബാസ്റ്റിനും കൂടി അവിടേക്ക് ചെന്നിട്ട് നജ്ജയോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. അപകടം മനസ്സിലായ നജ്ജ ഉടനെ മുഹമ്മദിനോട് വിമാനം പെട്ടെന്ന് ന്യൂയോർക്കിലേക്ക് തിരിക്കാൻ പറയും. ഇത് കേട്ട മുഹമ്മദ് എയർപോർട്ട് എത്താറായി, ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് തിരിക്കുന്നതിലും നല്ലത് അടുത്തുള്ള എയർപോർട്ടിൽ ഇറക്കുന്നതാണ്. അങ്ങനെ ചെയ്ത ഈ ഭീകരന്മാരെ പട്ടാളക്കാർ പിടിക്കുകയും ചെയ്യുമെന്ന് പറയും. പക്ഷേ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ നജ്ജയ്ക്ക് ന്യൂയോർക്കിലെത്തണം. വാമ്പയർ ആയതുകൊണ്ട് അവൾക്കൊട്ടും സൂര്യപ്രകാശം വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദേഷ്യം വന്ന നജ്ജ, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, മര്യാദയ്ക്ക് വിമാനം തിരിക്കാൻ പറയും. നജ്ജയുടെ വാമ്പയർ രൂപം കണ്ട് മുഹമ്മദ് പേടിച്ചിട്ട് അവൻ വേഗം ഓട്ടോ പൈലറ്റ് മോഡ് ഓഫ് ചെയ്യും. വിമാനം ന്യൂയോർക്കിലേക്ക് തിരിച്ചാൽ പ്ലാൻ എല്ലാം വെള്ളത്തിലാകുമെന്ന് മനസ്സിലായ ബർഗ് അവിടെ നിന്ന് ഒരു യാത്രക്കാരന് നേരെ തോക്ക് ചൂണ്ടി മര്യാദയ്ക്ക് വാതിൽ തുറക്ക്, ഇല്ലേല് ഇയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും. എന്നാലും നജ്ജ വാതിൽ തുറക്കില്ല. പക്ഷേ ടെൻഷൻ ആകുന്നത് കാരണം അവളുടെ ഉള്ളിലെ വാമ്പയറിന്റെ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങിയിരുന്നു. വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ട ബർഗ് അയാളെ വെടിവെച്ചിട്ട് ഈ വിമാനത്തിൽ 200-ലധികം യാത്രക്കാരുണ്ട്. നീ തുറക്കുന്നത് വരെ നിരപരാധികളായ അവരെ ഓരോരുത്തരെയും ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് 8 ബാളിനോട് മറ്റൊരാളെ പിടിച്ചുകൊണ്ട് വരാൻ പറയും. സൈക്കോത്തരം കാണിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയ 8 ബാള് യാത്രക്കാരിന്ന് ഒരു ചെറിയ പെൺകുട്ടിയാണ് എഴുന്നേപ്പിച്ച് കൂടെ വരാൻ പറയുന്നത്. ഇത് കണ്ട കാറൽ അവിടേക്ക് വന്നിട്ട് ആ കുട്ടിയെ വിട്, നിന്നോട് മുതിർന്ന ആരെയും കൊണ്ടുചെല്ലാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഈ ചെറിയ കുട്ടിയെ വിടാൻ പറയും. ഇല്ലേല് 8 ബാളിന്റെ നെറ്റിയിൽ തുള വീഴുമെന്ന് കാറൽ ദേഷ്യപ്പെടും. ഇതറിയാതെ ബർഗ് വേഗം യാത്രക്കാരെ കൊണ്ടുപോവാ, എന്താ ഇത്ര താമസമെന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. ഉടനെ 8 ബാള് ഇനിയിപ്പോൾ പോവാലോ എന്നും പറഞ്ഞ് ആ ചെറിയ കുട്ടിയുമായിട്ട് ബർഗിന്റെ അടുത്തേക്ക് ചെല്ലും. ചെറിയ കുട്ടിയെ കൊണ്ടുവന്നത് ബർഗിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. ബർഗ് ആ കുട്ടിയോട്, മോള് പേടിക്കണ്ട, ഞങ്ങൾ മോളെ ഉപദ്രവിക്കില്ല, ആ ആൻറ്റിയെ കൊണ്ട് വാതിലൊന്ന് തുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലാട്ടോ എന്നും പറഞ്ഞ് കുട്ടിയുമായിട്ട് പോകുമ്പോഴും
ബർഗ് 8 ബാളിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്നാൽ ഒരു കുട്ടിയെ വെച്ചാണ് ഇത്തവണ ബർഗ് വിലപേശുന്നതെന്ന് കണ്ട നദ്ജ വീണ്ടും ടെൻഷൻ ആകാൻ തുടങ്ങും. അതോടെ അവൾ വാമ്പയറായി മാറി വാതില് ദേഷ്യത്തിൽ തുറന്ന് കുട്ടിയെ തള്ളിമാറ്റി ബർഗിന്റെ കഴുത്തിൽ ഒരൊറ്റ കടി. ഇത് കണ്ട് 8 ബാളും മറ്റ് യാത്രക്കാരും എല്ലാവരും ഞെട്ടിപ്പോകും. അപകടം മനസ്സിലാക്കിയ ബാസ്റ്റിൻ ഓടിക്കോടാന്നും പറഞ്ഞ് ആദ്യമേ ഓടും. അപ്പോഴേക്കും നദ്ജ പൂർണ്ണമായും വാമ്പയറാകാൻ തുടങ്ങും. അവള് ഭീകരരെ ആക്രമിക്കാൻ തുടങ്ങിയതും അവരെല്ലാം കൂടി കാർഗോ ഹോൾഡിൽ കയറി വാതിലടയ്ക്കും. ഇതിനിടയിൽ നദ്ജയുടെ രൂപം മാറിയത് കണ്ട് പേടിച്ച മുഹമ്മദും ഏലിയാസിനെ അകത്ത് കയറ്റി കോക്പിറ്റിന്റെ വാതിലടയ്ക്കും. കടികൊണ്ട് താഴെ വീണ് കിടക്കുന്ന ബർഗും വാമ്പയർ ആകുമെന്ന് അറിയാവുന്ന നദ്ജ പെട്ടെന്ന് ഒരു കത്തിയെടുത്ത് അവന്റെ നെഞ്ചിൽ കുത്തിയിറക്കും. എല്ലാവരും പേടിച്ചോടിയെങ്കിലും 8 ബാൾ മാത്രം മറഞ്ഞു നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നദ്ജ വാമ്പയർ ആയത് കണ്ട് നേരത്തെ 8 ബാൾ പിടിച്ചോണ്ട് വന്ന ആ ചെറിയ കുട്ടി അവിടെ ഇരുന്ന് കരയുന്നത് കാണുമ്പോൾ അവൾ വാമ്പയർ ആയെങ്കിലും ആള് ചെറിയൊരു ബോധത്തിൽ പേടിക്കണ്ട, നിന്നെ ഞാൻ ഉപദ്രവിക്കത്തില്ല, മോള് വീട്ടുകാരുടെ അടുത്തേക്ക് പൊക്കോളാൻ പറയും. എന്നിട്ട് നദ്ജ കോക്പിറ്റിൽ തട്ടിയിട്ട് ഏലിയാസിനോട് അമ്മ ഓക്കെയാണ്, എന്ത് വന്നാലും നീ വാതിൽ തുറക്കരുത്, അതിൽ തന്നെ ഇരിക്കാൻ പറയും. അവള് കാരണം യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാകരുതെന്ന് കരുതി അടുത്ത് കണ്ടൊരു ക്യാബിനിൽ കയറി നദ്ജ വാതിലടയ്ക്കും. നദ്ജ കടിച്ചാല് വാമ്പയർ ആകുമെന്ന് മനസ്സിലാക്കിയ 8 ബാള് അവിടെ ഇരിക്കുന്ന യാത്രക്കാരെ പേടിപ്പിച്ചിട്ട് നദ്ജയുടെ ബാഗ് എടുത്തു തരാൻ ആവശ്യപ്പെടും. ഫരീദ് ആ ബാഗ് എടുത്തു കൊടുത്ത ഉടനെ ആ ബാഗിലെ സാധനങ്ങൾ മൊത്തം ഈ 8 ബാള് കുടഞ്ഞിടും. അതിൽ അവൾ കഴിക്കുന്ന മരുന്നുകളും അവളുടെ ഡയറിയും അവന് കിട്ടും. അവൻ അതെല്ലാമായിട്ട് കാർഗോ ഹോൾഡിലേക്ക് ചെല്ലും. അവിടെ ഒളിച്ചിരിക്കുന്ന കാറലിനും സംഘത്തിനും നേരത്തെ മുകളിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ കിളി പോയിരിക്കുകയാണ്. അവർ ഈ കാര്യം പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നദ്ജയുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 8 ബാള് അവരോട് പറയും. ഡയറിയിൽ നദ്ജ കഴിക്കുന്ന മരുന്നുകൾ, കുടിക്കുന്ന ബ്ലഡിന്റെ അളവ് തുടങ്ങി സൂര്യൻ ഉദിക്കുന്ന സമയം വരെ എല്ലാം വിശദമായി തന്നെ അവൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ രക്തം കുടിച്ച് അതിനുശേഷം തന്നെ മരുന്നുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അവൾ അഗ്രസീവായി മാറുമെന്നും അതിൽ എഴുതിയിട്ടുണ്ട്.